നമ്മളെ പോലീസ് കൈ കാണിച്ച് നമ്മുടെ ജമ്മു കാശ്മീർ നോക്കട്ടെ എന്താണെന്നുള്ളത്. മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന സീൻ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. നോക്കി കണ്ടിട്ട് തന്നെ പേടിയാകുന്നുണ്ട്. ഏറ്റവും മുകളിൽ നിന്ന് വണ്ടികൾ ഇറങ്ങി വരുന്ന നോക്കി നല്ലപോലെ ലാൻഡ് സ്ലൈഡ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. ടാങ്കർ ഇങ്ങനെ വരുന്നുണ്ടോ. സോജില പാസിന്റെ 11,649 ഫീറ്റ് ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞാൻ ആവുന്നവിടത്ത് പറഞ്ഞാണ് കോട്ട് വാങ്ങിച്ചോ. ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. ഞങ്ങളെ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്നുള്ളത് ഇവിടെ. നമസ്കാരം, നമ്മളിപ്പോൾ ഉള്ളത് സോനാമാർഗാണ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സോനാമാർഗിൽ നിന്ന് പോകുന്നത് ദ്രാസിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഓട്ടോ ഉണ്ട് ദ്രാസിലേക്ക്. 80 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ദ്രാസിലേക്ക്. നമ്മളിപ്പം സോനാമാർഗ് എക്കോ പോയിന്റ് ഒക്കെ നമ്മൾ കണ്ടു. കഴിഞ്ഞ വീഡിയോയിൽ കാണാത്തവർക്കുണ്ടെങ്കിൽ കയറി കാണാം നമ്മുടെ ചാനലിൽ. ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് കാശ്മീർ. കാരണം ഹെവൻ തന്നെയാണ്, പ്യൂർലി ഹെവൻ എന്ന് പറയാൻ വേറെ വാക്കുകളൊന്നും ഇല്ല പറയാനായിട്ട്. അപ്പം നമുക്ക് നേരെ പോവാം ദ്രാസിലേക്ക്. അപ്പം നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ യാത്ര. നമ്മുടെ ദ്രാസിലേക്ക് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. രണ്ട് സൈഡിലും നമ്മുടെ ഈ ഇതിലൊക്കെ കാണൂല്ലേ, പണ്ട് പിക്ചറിലും ഇതിലൊക്കെ കാണുന്ന സീനറി ഇല്ലേ, അതുപോലെയാണ് രണ്ട് സൈഡിലും. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് രണ്ട് സൈഡിലും. ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ വ്യൂ ആണ്. നിങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും നമ്മളെ പോലീസ് കൈ കാണിച്ച് നമ്മുടെ ജമ്മു കാശ്മീർ നോക്കട്ടെ എന്താണെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് വണ്ടി നമ്പറൊക്കെ നോക്കി, പേപ്പറെല്ലാം ഓക്കെ എന്നവരെ നോക്കി. നമ്മൾ ഇറങ്ങുകയോ കാര്യങ്ങളൊന്നുമില്ല. അവര് എന്നെ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല. 2-3 പ്രാവശ്യം നമ്മൾ കാശ്മീർ എന്നിട്ട് ചെക്ക് ചെയ്തു. ഒരു വിഷയമല്ല. അവർ ജസ്റ്റ് അവിടെ തന്നെ സ്കാൻ ചെയ്ത് വണ്ടി നമ്പറൊക്കെ നോക്കി വെക്കും. ഇപ്പം മുമ്പിലും പോലീസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നോക്കും, അത്രയേ ഉള്ളൂ. വേറെ വിഷയം കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഫ്രണ്ടിലും ഉണ്ട് പോലീസ്. നോക്കട്ടെ. നമ്മൾ പോകുന്നത് സോജില പാസ് വഴിയാണ്. നല്ല ഡേഞ്ചറസ് റോഡാണ്. അപ്പം നല്ല കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിക്കണം. ഇപ്പം നമ്മൾ സോൻമാർഗിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ വരെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ റോഡിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നുണ്ട്. നേരത്തെ നമ്മൾ വന്നത് നല്ല അത്യാവശ്യം വലിപ്പമുള്ള റോഡായിരുന്നു. ഇപ്പം റോഡിന്റെ വീതി, റോഡിന്റെ കട്ടറും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നോക്കാം പോകുമ്പോൾ എങ്ങനെയായിരിക്കും, സ്മൂത്ത് ആയിരിക്കുമോ അല്ലെങ്കിൽ ഡേഞ്ചറസ് റോഡാണോ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ റോഡിന്റെ ഭാവങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. അങ്ങോട്ട് കണ്ടോ, പ്രത്യേകം കാണിച്ചെടുത്ത റോഡ് കണ്ടോ. നല്ലപോലെ ലാൻഡ് സ്ലൈഡ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. ലോറികൾ ഇങ്ങനെ ക്യൂ ആയിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ എവിടെ പോയാലും ചെറിയ മഴ ഉണ്ടാവും കേട്ടോ. ഇവിടെയും പെയ്തു മഴ, ചെറിയൊരു ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. ഇവിടെ ടണൽ വരുന്നുണ്ടോ, സോജില ടണൽ വരുന്നുണ്ട്. ടണൽ വന്നു കഴിഞ്ഞാൽ ഇത്രയും ഭംഗി കാണാൻ പറ്റില്ല. അതിന്റെ കുറഞ്ഞു വരും. വേഗം വന്നിട്ട് കണ്ടോളൂ. നിർത്തി, കാരണം ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. ഞങ്ങളെ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്നുള്ളത് ഇവിടെ. ഞങ്ങൾ വരുന്ന വഴി കുറച്ച് ചെറിയ റോഡൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്. മുന്നോട്ട് പോകെ പിന്നും ഡേഞ്ചറസ് വഴിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വന്ന വഴി ഞങ്ങൾ കാണിച്ചു തരാം. ഇതുവഴിയാണ് ഞങ്ങൾ വന്നത്. താഴെ ഒരു ടണൽ ഉണ്ട്. അപ്പോൾ ഇതിലേ ഇങ്ങനെ നമുക്ക് വരാം. കണ്ടോ, എൻ്റെ മേ എന്തൊരു ബ്യൂട്ടിയാ. ഗൈസ്, അങ്ങ് ദൂരെ ഗ്ലേഷ്യർ കാണുന്നുണ്ട്. ആ മലയുടെ മുകളിൽ ഗ്ലേഷ്യർ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെ വണ്ടിയില്ല, എല്ലാ വണ്ടികളും ഇവർ പിടിച്ചിട്ടേക്കുന്നതാണ്. കംപ്ലീറ്റ് ബ്ലോക്കാണ്. ഞാൻ കാണിച്ചു തരാം. അതുപോലെ മുകളിൽ നിന്ന് വണ്ടി ഇറങ്ങി വരുന്ന ഒരു സീൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മളെ വണ്ടിയാണ് ഏറ്റവും ലാസ്റ്റ് ഉള്ളത്. ഇത്രയും വണ്ടികൾ പിടിച്ചിട്ടതാണ്, കണ്ടില്ലേ? ഇത്രയും വണ്ടികൾ പിടിച്ചിട്ടതാണ്. ഇതാണ്ട് അങ്ങ് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന സീൻ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. നോക്കി കണ്ടിട്ട് തന്നെ പേടിയാകുന്നുണ്ട്. ഏറ്റവും മുകളിൽ നിന്ന് വണ്ടികൾ ഇറങ്ങി വരുന്ന നോക്കി ഇത് ചെറുതാണ്. ഇറങ്ങി വരുന്ന ഇറങ്ങി ഇതേ ഈ റോഡിലേക്ക് കയറാണ് കേട്ടോ വണ്ടികളെല്ലാം. അപ്പോൾ നമ്മളവിടെ പിടിച്ചിട്ടേക്കുന്നതാണ്. നമ്മളും പല വീഡിയോസിലും ഒക്കെ ന്യൂസിലൊക്കെ കണ്ടിട്ട് വണ്ടി ഇങ്ങനെ പിടിച്ചിടുന്നത്. ഇനി ഇപ്പോഴവിടെ നിന്ന് ഒഴിവാകുന്ന അറിയില്ല.
വൺ വേ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വണ്ടി ഈ റൂട്ടിൽ വരും. ഞാൻ നേരത്തെ കാണില്ലേ കുഞ്ഞ് നമ്മളെ ടോയ് പോലെ കാറ് മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണുന്നത്. അത് റോഡില്ല, ഓഫ് റോഡാണ്. ഓഫ് റോഡ് വഴിയാണ് ഇറങ്ങി വരുന്നത്. അങ്ങോട്ടുള്ളത് ഈ മെയിൻ റോഡ് വഴി തന്നെ പോകേണ്ടത് നമ്മള്. പക്ഷെ അത് കംപ്ലീറ്റ് ബ്ലോക്ക് ആണ്. ചെറിയ മക്കള് കഴിക്കുന്ന ഒരു കളിപ്പാട്ടല്ലേ ഇങ്ങനെ റെയില് ഇങ്ങനെ 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 വരും. അതുപോലെ ഉണ്ടത്. ഇതൊക്കെ കണ്ടിട്ടൊരു അത്ഭുതം മാതിരി. ഇങ്ങനെ ഉണ്ട് കേട്ടാ, ഒരു രക്ഷയില്ല. വല്ലാത്തൊരു എക്സ്പീരിയൻസ് കേട്ടാ. ഈ നമ്മൾ സൈഡിൽ നിർത്തുമ്പോ പേടി കേട്ടോ. കാരണം മൊത്തം ഇപ്പൊ വീഴും പറഞ്ഞിരിക്കുന്ന പാറക്കല്ലുകളാണ് മൊത്തം. തൊള്ളേ ഒരു സ്കോർപ്പിയോ ഉണ്ട്. അവിടുന്ന് വണ്ടികൾ ഒരു ടാറ്റാ സുമോ ഉണ്ട്. അവിടുന്ന് വണ്ടികൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്ന നേരത്തെ ഞാൻ കാണിച്ച സ്ഥലമില്ലേ, അവന്റെ കുത്തിക്കഴപ്പ് കാരണം എന്റെ പുറത്ത് നിന്ന് അവൻ എടുത്ത് നേരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇത് അവിടെ പെട്ടെടുക്കുന്നുണ്ട്. ഇപ്പം കാണിച്ചു തരാം. കണ്ടോ, ഇത് മറ്റേ വണ്ടികളൊക്കെ ഇറങ്ങിയാണ്. ഇപ്പൊ അവനവിടെ പെട്ടിരിക്കുന്നതാണ്. അതിൽ ഫുൾ ആൾക്കാരാണ്. ആൾക്കാരുടെ ലൈഫ് വെച്ചിട്ടാണ് അവന്റെ കളി മുഴുവൻ. അവൻ ഇതുവഴി വൺ വേ ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടികൾ വന്നിരുന്നു. ഇപ്പൊ അവന് വണ്ടികൾ നിന്നപ്പം ഉണ്ട് അവിടെ നിന്ന് ഒരു സ്കോർപ്പിയോ വേറെ വരുന്നുണ്ട്. അവൻ കാരണം അവനും പെടും ഇപ്പം. അപ്പം അതേ പുറകോട്ട് ഇറക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളെ കടത്തി വിട്ടു. ഒരു 3/4 മണിക്കൂറോളം നമ്മളവിടെ കുടുങ്ങി. അതിൽ കൂടുതലുണ്ടാവും അല്ലേ? അതിൽ കൂടുതലുണ്ടാവും. ഇപ്പം ലോറികളെല്ലാം പിടിച്ചിട്ട് അവർ കാറുകള്, ട്രാവലർ, ടെമ്പോ അങ്ങനത്തെ വണ്ടികളൊക്കെ അവർ കയറ്റി വിട്ടു. കാറുകളൊക്കെ പോകുന്നുണ്ടാവും. ലോറിക്കാരവിടെ പിന്നെയും കുടുങ്ങി. എല്ലാവരുടെയും ലോറിക്കാരാണ് ഇരകള് അല്ലേ? എങ്ങനെയൊന്നും വിടൂല അവര്. രണ്ടാമത് നമ്മളെ സ്റ്റോപ്പ് ചെയ്തു. വലിയൊരു വണ്ടി അവരെ വരുന്നുണ്ട്. വലിയൊരു ടാങ്കർ ഇങ്ങനെ വരുന്നുണ്ടോ? ആ സൈസ് വണ്ടി. അതുകൊണ്ട് അവർ റോഡ് മൊത്തം ബ്ലോക്ക് ആക്കിയിട്ടേക്കുന്നതാണ്. അപ്പൊ നമ്മളങ്ങനെ ദുർഘടം പിടിച്ച വഴികളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദ്രാസ് ലക്ഷ്യമാക്കി നമ്മളിങ്ങനെ പോവുകയാണ് സുഹൃത്തുക്കളെ. വണ്ടിക്കൊരു വലിച്ചിൽ കുറവുണ്ട് കേട്ടോ. ഞാനിങ്ങനെ സെക്കൻഡും ഫസ്റ്റും മാറ്റി കളിക്കുകയാണ്. അങ്ങനെ നമ്മൾ പിന്നും പെട്ടു. പിന്നും ബ്ലോക്കാണ്, കട്ട ബ്ലോക്കാണ്. ഒരു നമ്മുടെ ഡയറക്ഷനിലുള്ള വണ്ടികളൊന്നും അനങ്ങുന്നില്ല. അപ്പുറത്തുനിന്ന് ലോറികൾ വരുന്നുണ്ട്. 2 വേ ആണ്. ഒരുപാട് സൈഡൊന്നുമില്ല കൊടുക്കാൻ. അത് പെട്ടിരിക്കുകയാണ്. നമ്മളെപ്പം ഗ്രാസ് എത്തുന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് അങ്ങനെ കയറി ഏകദേശം എത്താറൊന്നായിട്ടില്ല. ഇനിയുണ്ടൊരു 10-12 കിലോമീറ്റർ ഈ പാസ് തന്നെ ഓടിക്കേണ്ടി വരും, സോജില പാസ്. അപ്പോൾ നമുക്ക് പോകേണ്ട വഴികളാണ് കാണുന്ന ദൂരമൊക്കെ. ചെറുതായിട്ട് വണ്ടികൾ കാണുന്നുണ്ടോ? അതെല്ലാം നമുക്ക് പോകേണ്ട വഴികളാണ്. ഇത്രയും നേരം നല്ല ബ്ലോക്കായിരുന്നു. നല്ല ഡേഞ്ചറസ് റോഡായിരുന്നു. തീരെ സ്പേസ് ഇല്ലാത്ത റോഡായിരുന്നു. നമ്മൾ ഓടിച്ചോടിച്ച് ഇവിടെ എത്തി. നോക്കാം. ചെറിയൊരു വാട്ടർ ക്രോസിംഗും ഉണ്ട്, പ്ലസ് ഒരു കേവ് ഉണ്ട് ഇവിടെ. ഇത്രയും ദുർഘടം പിടിച്ച വഴിയിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരായിട്ട് ഇങ്ങനെ തന്നെയാണ്. പാറയൊക്കെ റോഡിലേക്ക് ഇറങ്ങിയാണ് നിൽക്കുന്നത്. ഫൈനലി നമ്മളങ്ങനെ സോജില പാസിന്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഫോട്ടോ പോയിന്റ് ഉണ്ട്. ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഐ ലവ് സോജില എന്ന് പറഞ്ഞൊരു ബോർഡും കാര്യങ്ങളും. കുറേ പേര് വണ്ടി എടുത്ത് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. കണ്ടല്ലോ സോജില. ഇവിടുന്ന് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. Sir, you are from? West Bengal. Guys, അങ്ങനെ നമ്മൾ സോജില പാസ്
11,649 ഫീറ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ താഴെ തണുപ്പൊന്നുമില്ലായിരുന്നു, ഇവിടെ നല്ല തണുപ്പാണ്. സോജില പാസിന്റെ 11,649 ഫീറ്റ് ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. താഴത്തെ തണുപ്പില്ലായിരുന്നു. 649 ഫീറ്റ് ഉയരത്തിൽ നമ്മൾ എത്തി. സോജില പാസിന്റെ ടോപ്പാണ്. അപ്പൊ അങ്ങനെ സോജില പാസ് കണ്ട് നമ്മൾ നേരെ ഇനി പോകണം. ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ ഉണ്ട് ദ്രാസിലേക്ക്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ ആവുന്നവിടുത്ത് പറഞ്ഞാണ് കോട്ട് വാങ്ങിച്ചോ അപ്പൊ പറഞ്ഞേ അതിന് മാത്രം തണുപ്പൊന്നുമില്ല, എനിക്ക് കോട്ടൊന്നും വേണ്ട. തണുപ്പ് നോക്കിയേ. ദ്രാസിലേക്ക് അപ്പം നമ്മളവിടെ ഒരു എൻട്രി ഉണ്ട്. കാർഗിലിൻ്റെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മൾ വണ്ടി നമ്പറൊക്കെ എൻ്റർ ചെയ്യണം. അതൊക്കെ എൻ്റർ ചെയ്ത് അപ്പോൾ നേരെ വരുന്ന ഒരു സ്ഥലമാണ്. നല്ലൊരു റിവർ ഇതിലെ കൂടി പോകുന്നുണ്ട്. പേര് ശരിക്കും എനിക്കറിയില്ല. റിവർ ഇതിലെ കൂടി പോകുന്നത് നല്ല തണുപ്പാണ്, നല്ല ഭംഗിയുണ്ട്. ഈ മൗണ്ടനും അതിൻ്റെ നേരെ സെൻറ്ററിൽ കൂടി ആ റിവറും ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടെ ഇപ്പോൾ അധികം വണ്ടികളൊന്നുമില്ല. BROൻ്റെ റോഡ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിജനമായ വഴി, ഇടയ്ക്ക് കുറച്ച് വണ്ടികൾ വരുമെന്നല്ലാതെ, പക്ഷെ വഴി ഒരു രക്ഷയില്ല. ഒരേ പൊളി റൂട്ടാണ്. ദ്രാസിലെത്താൻ ഇനി ഒരു 12 കിലോമീറ്റർ കൂടി ഞങ്ങൾ ട്രാവൽ ചെയ്താൽ ഞങ്ങൾ ഇന്ന് അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, ദ്രാസിൽ. എന്നിട്ട് നാളെ രാവിലെ ഞങ്ങൾ ലേയിലേക്ക് പോകും. വൈകുന്നേരം എന്താ വാങ്ങിക്കേണ്ടേട്ടന്? ഞങ്ങൾ രണ്ടാളടുത്തും വളരെത്തുണ്ട്. പക്ഷെ ഞങ്ങള് ഒന്നും വാങ്ങിച്ചില്ല, അധികം തണുപ്പില്ല വിചാരിച്ചു. പക്ഷെ നല്ല തണുപ്പുണ്ട്. അപ്പം ദ്രാസിന്ന് എന്തെങ്കിലും ഹുഡിയോ അല്ലെങ്കിൽ ഹുഡീസോ അല്ലെങ്കിൽ ജാക്കറ്റോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം. എത്താൻ ഇനിയുണ്ട് ഒരു 11 കിലോമീറ്റർ. പോകുന്ന വഴി അടിപൊളിയാണ്. ഇതൊരു പ്രത്യേകതയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ പാറക്കല്ല്, മൗണ്ടൻസിൻ്റെ ഒക്കെ പാറക്കല്ലൊക്കെ ബ്ലാക്ക് ആയിരിക്കില്ലേ? ഇവിടെ ഒരു റെഡിഷ് കളറാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മളെ കാണുന്നുണ്ടോ നിങ്ങൾ? ഒരു ചുവന്ന ഒരു മെറൂൺ പോലത്തെ കളർ അല്ലേ പാറയ്ക്കൊക്കെ? അങ്ങനെ നമ്മളങ്ങനെ ദ്രാസ് ടൗൺ എത്തി. ഈ കാണുന്നതാണ് ദ്രാസ് ടൗൺ കേട്ടോ. നല്ല റഷാണ്. ഈ കാണുന്ന മുഴുവൻ ദ്രാസ് ടൗൺ ആണ്. ഞാൻ വണ്ടി ഇവിടെ ജസ്റ്റ് ഒരു പാർക്കിങ്ങിൽ ഇട്ടതാണ്. അവിടെ റൂം നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ റൂം എടുക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ ഫൈനലി നമ്മളങ്ങനെ ദ്രാസിലെത്തി. ദ്രാസിൽ നമ്മൾ റൂം എടുത്തു. ഇതാണ് നമ്മൾ എടുത്ത റൂം. നല്ല റൂമാണ്, കുഴപ്പമൊന്നുമില്ലാത്തൊരു നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ റൂം ഒക്കെ കിട്ടി. അപ്പം ഇന്നിവിടെ സ്റ്റേ ചെയ്യും. എന്നിട്ട് രാവിലെ ഞങ്ങൾ പോവും. എങ്ങോട്ടേക്ക്? നമ്മൾ ലേയിലേക്ക് രാവിലെ പോകും. അപ്പം കുറച്ച് നേരം ഉറങ്ങാൻ വേണ്ടി മാത്രമുള്ളൊരു റൂം എടുത്തിട്ടുണ്ട്. ദ്രാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. കാരണം നമുക്ക് ഡയറക്റ്റ് പോവുകയാണെങ്കിൽ എത്തില്ല, പിന്നെ കുറേ ടൈമൊക്കെ എടുക്കും. ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ നമ്മൾ പതുക്കെ പോവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നത്. കാരണം ഇന്ന് ഭയങ്കര ഡേഞ്ചറസ് റോഡിൽ കൂടിയാണ് വണ്ടി ഓടിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നത്. എല്ലാവരും പറ്റെങ്കിലൊക്കെ വരിക. ഇവിടെ വണ്ടി എടുത്ത് വരാൻ പറ്റില്ലെങ്കിൽ ഇവിടെ എയർപോർട്ടിലേക്ക് വരാം, അല്ലെങ്കിൽ ഡൽഹി വന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ വരാം. അപ്പോൾ ഇവിടേക്ക് ഒരു ടൈം വിസിറ്റ് ചെയ്യുക. ട്രാവലിംഗ് യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇവിടേക്ക് വരിക. കാരണം അടിപൊളി സ്ഥലങ്ങളാണ്. കാരണം ഇതൊക്കെ വേറൊരു ലോകം പോലെ തോന്നും നമുക്ക്. നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ കാണാത്ത സ്ഥലങ്ങളാണ്, ഇതുവരെ കാണാത്ത സ്ഥലങ്ങളാണ്. അപ്പം നാളെ ലേയിലേക്കുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും പഴയ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണാം. അതായിരിക്കും ബൈ. നമ്മൾ നല്ല തീറ്റ കേട്ടോ. അതാണ്